ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻകറിയാണ്. അപ്പോൾ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വറ്റിയില്ലേ ആ മീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനാണ്. അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു ബൗൾ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഈ ഒരു പാത്രമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഈ പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം ഈ മീൻകറിയിലേക്ക് ഇട്ട് കൊടുക്കുന്ന പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ 1.5 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ പൊടികളെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഈ പൊടികളല്ലാതെ നമുക്ക് ഡയറക്റ്റ് മീൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇളക്കിയെടുക്കണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടികളെങ്ങാനും ചട്ടിയിലിട്ടിട്ട് കരിഞ്ഞു പോവുക അങ്ങനെ വല്ല പ്രശ്നം വരികയാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളത്തോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കട ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് കറിച്ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 2 സവാള അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അരച്ചെടുത്തിട്ടുള്ള ഈ സവാള ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് പകർത്തി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുള്ളത്, 2 പച്ചമുളക്, 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്നില്ല, തക്കാളിയിൽ ഉണ്ടാവില്ല വെള്ളം. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ തന്നെ ഇതൊക്കെ അരഞ്ഞു വന്നോളൂ കേട്ടോ. അപ്പോൾ ഈ അരപ്പും ഞാൻ സവാള അരച്ച് വെച്ചിട്ടില്ലേ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. മിക്സിയിലത്തെ അരപ്പ് എല്ലാം മുഴുവൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ അരപ്പ് വെള്ളത്തോട് കൂടിയിട്ട് ബാക്കിയുള്ളത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഡീറ്റെയിലായിട്ട് ഇങ്ങനെ പറയണത് പെട്ടെന്ന് നിങ്ങൾക്ക് അരപ്പ് നേരത്തിൽ വെള്ളം ഉണ്ടായിരുന്നില്ല, ഇതിപ്പോൾ നോക്കുമ്പോൾ വെള്ളം ഉണ്ട് അങ്ങനെ തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്ത് പറഞ്ഞത് കേട്ടോ. ഇനി എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു പകുതി കുടപ്പുളിയാണ് കേട്ടോ. അത് നല്ലപോലെ കഴുകി ചീന്തി 3 കഷ്ണങ്ങളാക്കി ചീന്തി വെച്ചിട്ടുണ്ട്. ഇത് നല്ല തിളച്ച വെള്ളത്തിലാണ് ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത്. പെട്ടെന്ന് പുളി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഉണ്ട കോൽപ്പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് സാധാ പച്ചവെള്ളത്തിൽ ഒഴിച്ച് കൊടുത്തിട്ട് 2 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് അത് പിഴിഞ്ഞ വെള്ളം മീൻകറിയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പിഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പുളിവെള്ളം നമുക്ക് മീൻകറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മീൻകറിയിലേക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി മീൻകറി വെക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ മീൻകറി ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഈ ചെറുള്ളിയെല്ലാം മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ പൊടികൾ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടിന്യൂസ്ലി ഒരു 5 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർക്കാനായിട്ട് നോക്കാം. അപ്പോൾ 5 മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയും സവാളയുടെ പേസ്റ്റ് ഇല്ലേ അതൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള സവാളയും തക്കാളിയും അല്ലാതെ നല്ലപോലെ വെന്ത് വരണം കേട്ടോ. അതുകൊണ്ട് കണ്ടിന്യൂസ്ലി നമ്മളത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കണ്ടോ, ഇതേപോലെ റെഡി ആയിട്ട് വരണം, നല്ലപോലെ വഴന്ന് വരണം. അപ്പോൾ ഇങ്ങനെ ആവണം കേട്ടോ. അപ്പോൾ അത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് കൊടപ്പുളി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒപ്പം കോൽപ്പുളി പിഴിഞ്ഞ് വെച്ചിട്ടുള്ള വെള്ളവും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ മീൻകറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ മീൻ കഷ്ണങ്ങൾക്ക് അനുസരിച്ചിട്ട് വേണം ഇതിൻ്റെ ചാറ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ.
ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി മീൻ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഈ ടൈമിൽ ഉപ്പിൻ്റെ അളവെല്ലാം കറക്റ്റ് അല്ലെന്ന് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ കറി നല്ലപോലെ തിളച്ച് വരണം. ഈ തിളച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം മീൻ കഷ്ണങ്ങളെല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കഷ്ണങ്ങൾ നല്ലപോലെ വെന്ത് വരണം. അതുപോലെ തന്നെ കറി ഒന്ന് വറ്റി വരണം. അപ്പോഴാണ് നമ്മുടെ മീൻ കറി പെർഫെക്റ്റ് ആയി വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയി വന്നിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. ഇനി ഇതെല്ലാം ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പോലെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെയായിരുന്നില്ലെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരെ നന്ദി, നമസ്കാരം.